ചെത്തിപ്പുഴയിലാണ്. എനിക്ക് വർഷങ്ങളായിട്ട് ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ദിവസം ഞാൻ 2 നേരം ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ആ ഇൻഹേലറിൻ്റെ ആവശ്യം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ കാലിന് നല്ല വേദനയായിരുന്നു. 2 കാലിനും രാത്രി ഉറങ്ങാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് എനിക്ക് ഇതുവരെ ആ കാലിന് വേദന ഈശോ വരുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആസ്മ രോഗത്തിൽ നിന്നും വർഷങ്ങളായിട്ടുള്ള രോഗം ഇൻഹീലർ എടുത്തിരുന്നാണ്. അപ്പോൾ മേഖലയിൽ ഈശോ പൂർണ്ണ സൗഖ്യം കൊടുത്തു. വലതുകര ഉയർത്തി 2 ഹല്ലേലൂയ ഉറക്കെ പറയുന്നു. എൻ്റെ പേര് ബ്ലെസി. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്ക് 5 വർഷമായിട്ട് കൊടിഞ്ഞി എന്ന് പറയുന്ന ഭയങ്കരമായ തലവേദന ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയൊക്കെ അതിന് മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. വേദന സഹായികളൊക്കെ തരും 3 മാസത്തിന്. അതിനുശേഷം പിന്നെ അതുപോലെ തന്നെ വീണ്ടും കൂടും. അങ്ങനെ അത് നിർത്തി ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ച് പച്ചമരുന്ന് ഉപയോഗിച്ച് ചെയ്തു. എന്നിട്ട് കുറച്ച് നാളത്തേക്കിന് ഭേദമുള്ളൂ. പിന്നെ അത് വീണ്ടും കൂടുക. അങ്ങനെ ഇന്നലെ ഇവിടെ വന്ന് ഇന്നലെ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടി. ഇന്നലെ റൂമിൽ തിരിച്ചു ചെന്നപ്പോൾ ഞാൻ കൂടെ വന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് നല്ലതായിട്ട് തലവേദന എടുക്കുന്നു. ചേച്ചി പറഞ്ഞു, മോളെ ഉച്ച കഴിഞ്ഞ് വചന ശുശ്രൂഷയിൽ എനിക്ക് നല്ലതായിട്ട് അങ്ങോട്ട് സ്തുതിക്കുക ദൈവത്തെ. അങ്ങനെ വചന ശുശ്രൂഷയിലും വൈകിട്ടത്തെ ആരാധനയിലും നന്നായിട്ട് ഞാൻ സ്തുതിച്ചു. അതിനുശേഷം ഇത്രയും നേരമായിട്ട് എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. ദൈവത്തിൻ്റെ സ്തുതി. കരങ്ങളടിച്ച് വലത്. എൻ്റെ പേര് സെലിൻ. ഞാൻ പത്തനംതിട്ട കോന്നിയിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ തൊട്ട് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ നോമ്പ് കാലം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഈ വലിയ നോമ്പ് മുഴുവനും എനിക്ക് രാവിലെ എല്ലാ ദിവസവും ഉപവാസം എടുത്ത് നോക്കാൻ പറ്റി. പക്ഷെ എന്നാലും ഇവിടെ വന്ന ദിവസം എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി വിലങ്ങിയ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഗുളികയൊന്നും എടുത്തിട്ടുമില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ആരാധന സമയത്ത് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ ഇതുവരെ എനിക്ക് ഗ്യാസിൻ്റെ ഒരു പ്രശ്നവും ഇല്ല, ഒരു ഗുളിക ഒന്നും കഴിക്കുന്നില്ല. ദൈവത്തിന് നന്ദി പറയും. ദൈവം നല്ലവനാണ്. അടുത്ത സ്നേഹം. വലതുകര ഉയർത്തി ഉറക്കെ പറയാം, ദൈവം നല്ലവനാണ്. അടുത്ത സ്നേഹം ശാശ്വതമാണ്. എൻ്റെ പേര് സിസ്റ്റർ ആൻസി പാറേക്കുടിയിൽ. ഞാൻ തിരുഹൃദയ സഭാംഗമാണ്. വടക്കേ ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്. ഒരു 5 വർഷമായിട്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും അന്നേരം വയറ്റ് വേദന എടുക്കും, വയറ്റിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ചായ, കാപ്പി, എരിവ് അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല. 1 മാസമായിട്ട് എന്ത് കഴിച്ചാലും എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. അതുകൊണ്ട് കഞ്ഞി മാത്രമായിരുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി വയറ് കുരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. വേറെ ഒരു സാധനം കഴിക്കത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായി. വന്നപ്പോൾ തൊട്ട് എല്ലാ ഭക്ഷ്യ സാധനങ്ങളും ചായ എന്ത് വെക്കുന്നത്, അതുപോലെ തന്നെ അച്ചാറും എല്ലാം കഴിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് ഭയങ്കര തല പൊട്ടുന്ന തലവേദന ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ശേഷം എനിക്ക് തലവേദനയില്ല. ഒരു പ്രാർത്ഥിക്കാനാണെങ്കിലും പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ നല്ലോണം ആയില്ല എങ്കിൽ തന്നെയും ഇരിക്കാനും പ്രാർത്ഥിക്കാനായിട്ടും പറ്റുന്നുണ്ട്. അത് തലവേദന മാറി, വയറ്റിലെ അസുഖം മാറി, നല്ല വിശപ്പുണ്ട്, ഉറങ്ങാനും പറ്റുന്നുണ്ട്. ദൈവത്തിന് സ്തുതി. ഇനി ഇതിനകത്ത് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ ലഭിച്ചവരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു അവസരം തരും. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിപ്പോൾ കേട്ട എല്ലാ മേഖലകളും ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചിലർക്ക് സൗഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പേര് സഹിതം ഈശോ കാണിച്ചു തരുന്നു. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നല്ലപോലെ 2 കരങ്ങൾ ഉയർത്തി കുറേ സമയം ഉറക്കെ. കുറച്ച് നേരം ആദ്യത്തെ ദിവസമൊക്കെ ആണെങ്കിൽ 1 മിനിറ്റ് പോലും കൈ ഉയർത്താൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ ആരാധനയിലാണെങ്കിൽ ഒത്തിരി സമയം കൈ ഉയർത്തി ആരാധിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ തന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ദൈവം തന്ന കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി തുടർന്ന് അവസാന നിമിഷമാണ് ധ്യാനത്തിന് ഞാൻ രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ സിസ്റ്ററോട് ചോദിക്കുമ്പോൾ സിസ്റ്ററിന് ധ്യാനത്തിന് ചെയ്തോളാം. അങ്ങനെ ഞാനിപ്പോൾ ധ്യാനത്തിൽ ഇരുന്നത്. ഇവിടെ ഞാൻ വന്ന് ഒരു മാസമായിട്ട് എൻ്റെ കൈയുടെ ഷോൾഡറിൻ്റെ ഭാഗം കറണ്ട് അടിക്കുന്ന പോലെ എപ്പോഴും ഒരു വതായിരുന്നു. കറണ്ടടിച്ച പോലെ എപ്പോഴും നിൽക്കുന്നു. 1 മാസമായി പറഞ്ഞില്ല. ഞാൻ ചെറിയ ഓയിലിൻ്റെയൊക്കെ ഒരു ഹോസ്പിറ്റലൊന്നും പോയില്ല. ഇവിടെ ഒന്ന് 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒട്ടും ഉണ്ടായില്ല. ഒരു വേദനയില്ല, മരക്കുമില്ല, ഒന്നുമില്ല. യേശുവിന് നന്ദി, യേശുവിന് സ്തുതി. എൻ്റെ പേര് ടെൽസി. എൻ്റെ വീട് ഇവിടെ കുറിച്ചിയിലാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ധ്യാനത്തിന് വരുന്നത്. ഇവിടെ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ദിവ്യാരാധന സമയത്ത് ഇവിടെ യേശുവിനെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ആ അപ്പത്തിനകത്ത് ഞാൻ ഒരു പ്രാവിൻ്റെ പോലത്തെ ഒരു രൂപം കാണാൻ
കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 1-2 ദിവസം ഞാൻ ഓർത്തു അതിവിടെ തിരി കത്തിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തോന്നുന്നതായിരിക്കും, അങ്ങനെയാണ് ഓർത്തു. ഇന്ന് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയത് ആരാധനയുടെ സമയത്ത് ആ ഈശോയുടെ തിരുശരീരം മുഴുവൻ വലിയ പ്രാവിനെ കൊണ്ട് നിറഞ്ഞ് പിന്നെ ഒരു ഹൃദയം അതിൻ്റെ അടിയിൽ, ആ പ്രാവ് നിൽക്കുന്നതിൻ്റെ ചുണ്ടിനടുത്തായിട്ടൊരു ഹൃദയം, അങ്ങനെ ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ലാതെ എനിക്ക് തോന്നുന്നതായിരിക്കും ഓർത്തു. അത് കഴിഞ്ഞ് അച്ഛൻ എടുത്ത് പൊക്കി ആശീർവദിക്കാൻ നേരത്ത് ഞാൻ നോക്കുമ്പോൾ അപ്പം ഏതായാലും വിളിച്ചില്ല. അപ്പം ഞാൻ നോക്കുമ്പോഴും അന്നേരം ആ പ്രാവിനെ ഹൃദയത്തെ ഞാൻ കണ്ടു. അത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തൊടുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും, എന്നെ തൊട്ടപ്പോൾ ശരിക്കും ഹിമാലയത്തിൽ വരുന്ന മഞ്ഞിൽ തൊടുന്ന പോലെയായിരുന്നു. ശരിക്കും അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഇവിടെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്നതാണ് മഞ്ഞായിട്ട് അനുഭവപ്പെടുന്നതെന്ന്. പിന്നെ ഇവിടെ എൻ്റെ അമ്മ എന്നെ വിട്ടത് എൻ്റെ രോഗസൗഖ്യമാകുവാനോ അല്ലാതെ എൻ്റെ വീട്ടിലെ കാര്യം ശരിയാകാനൊന്നുമല്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ ഇവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. എന്നെ മാത്രമല്ല, ഞങ്ങളെ 6 പേരെയാണ് വിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 6 പേർക്കും ഇന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുപോവുകയും ഞങ്ങളുടെ അനിയത്തിമാർക്ക്, ഞങ്ങൾ ഓർഫനേജിലാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ അനിയത്തിമാർക്ക് അവരെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റർ പറയുമായിരുന്നു, ഓരോരുത്തരുടെ പേര് വിളിക്കുമായിരുന്നു. ഞങ്ങളുടെ 6 പേരുടെ കൂട്ടത്തിൽ എൻ്റെ പേര് മാത്രം വിളിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്നെ മാത്രം ഈശോ തൊട്ടില്ലല്ലോ എന്ന്. അന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പം ശരിക്കും എനിക്ക് ഇതായിട്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ എത്രയോ ഭാഗ്യവാന്മാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി എത്രമാത്രം സ്നേഹിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു പടി ഉയർത്താൻ വേണ്ടിയാണ് അതിനുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നത്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? ശബ്ദം ഉയർത്തി. എൻ്റെ പേര് ക്രിസ്റ്റി, ഞാൻ അടുത്തതായി വരുന്നു. സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ദാഹിച്ച്, എനിക്ക് എൻ്റെ ദൈവത്തെ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് ജലം തരണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എനിക്ക് ജലം തരുന്ന പോലെ തോന്നിയില്ല, പക്ഷേ എൻ്റെ ശരീരത്തിൽ എന്തോ ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വിശ്വസിച്ചില്ല. ഞാനാണെങ്കിൽ അവിടെ കൈയടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ നീ അഗ്നിയാൽ ജ്വലിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. ഇപ്പോഴും എനിക്ക് ആ വിറയിൽ മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ മുന്നിലുള്ള ചേച്ചിയായിട്ട് നേരത്തെ ഞാൻ ആ ചേച്ചിയോട് മിണ്ടിയിട്ടുണ്ട്. ആ ചേച്ചിയോടും വഴക്കുണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരുന്നത് ഞാൻ ആ ബ്രദറിൻ്റെ ക്ലാസ്സേ കൂടിയില്ല. ഞാൻ അത് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രദർ പറഞ്ഞു, വേറൊന്നും ഞാൻ കേട്ടില്ല. ആ ബ്രദർ പറഞ്ഞു, അനുരഞ്ജനപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഈശോ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചെന്ന് തലേ തൊട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ആ ചേച്ചിയോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അനുസരിക്കേണ്ടി ഇനി ഐശ്വര്യം കാണുമെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിസ്സാര കാര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ പഠിപ്പിക്കുന്നതാണ്. അപ്പം പറഞ്ഞത് വലിയ കാര്യമാണ്. എൻ്റെ പേര് മേരിമോൾ, സ്ഥലം തൃശ്ശൂരിലെ പെരിഞ്ചേരിയുടെ. എനിക്ക് 15 വർഷമായിട്ട് അസുഖത്തിന് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. മൂടിൽ വീട്ട് ചതഞ്ഞിരിക്കുന്നു. മരുന്നുകൾ കിടക്കുന്നതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇത്രയും വർഷം ശരീരം ശരിക്കിരുന്നിട്ടില്ല. കാര്യമില്ല. എനിക്കപ്പം എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ തിരിഞ്ഞൊക്കെ ചെയ്തിട്ട് വേണം ഇന്ന് നടക്കാനൊക്കെ. ഇങ്ങനെ കിടക്കൊണ്ടിരിക്കുക. അങ്ങനെയായിരുന്നു ഞാൻ ഇന്ന് വന്നപ്പോൾ. ഇത്രയും ദിവസം ഞാൻ എങ്ങനെയൊക്കെ ശരീരം
ശരണമതി ചേച്ചിയുടെ നന്ദി പറയുകയാണ്. ശരണമതി ചേച്ചിയുടെ നന്ദി പറയുന്നു. കഴിഞ്ഞ നവംബറിൽ ഞാൻ ഇവിടെ ധ്യാനത്തിൽ വന്നു. എൻ്റെ കാലിന് വേദന ഉണ്ടായിരുന്നു. ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ കാലിന് സൗഖ്യമായി. യേശുവേ നന്ദി. കുറേ നാളുകളായിട്ടുള്ള വേദനയാണോ? കുറച്ച് നാളുകളുണ്ടായിരുന്നു. കുറച്ച് നാളുകളുടെ വേദന എടുത്ത് നടക്കാനിരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ലവരെ കരമടിച്ച് എൻ്റെ പേര് ക്രിസ്റ്റി. 4 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് ധ്യാനിച്ചു. എനിക്ക് മുടി കുറവാണ്, ഒട്ടുമില്ലാതെ കറുത്തു വരുന്നത്. ഇപ്പോൾ കുട്ടി മുടി കറുത്തു. എത്ര നാളായി ധ്യാനിച്ചിട്ട്? 4 വർഷം മുമ്പ്. ഇപ്പം മുടി ഉണ്ടാകുന്നില്ല. പിന്നെ ഡിഗ്രി ക്ലാസ് കഴിഞ്ഞ് ഉടനെ അടുത്ത ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 4 വർഷം മുമ്പ് ഒട്ടും മുടിയില്ല ശരീരത്തിൽ. ആദ്യമായിട്ട്